Hello friends, today in this video we will discuss the portion DNA and RNA, the possible questions that can be asked and how we have to answer them in the KPSC BIOTECHNOLOGY ASSISTANT PROFESSOR examination. And please do share, subscribe and like the video. First of all, what are nucleic acids? Nucleic acids are polymers of nucleotides held by 3' and 5' phosphate bridges or phosphodiester linkages. There are two types of nucleic acids. These are deoxyribonucleic acids or DNA and ribonucleic acids or RNA. So, nucleic acids and nucleic acids are the polymers of nucleotides. Nucleotides, ഒരു nucleotide വേറൊരു nucleotide ആയിട്ട് phosphodiester bonds അല്ലെങ്കിൽ linkages വഴിയാണ് ഒരു DNA അല്ലെങ്കിൽ RNA പോലത്തെ nucleic acidന്റെ ഒരു polymer സൃഷ്ടിക്കുക. നോക്കാം. Describe nucleotides ഒരു ചോദ്യമായിരിക്കാം. അതിൽ നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ mainly nucleotides are composed of a nitrogenous base, a pentose sugar and a phosphate group. Okay, എന്തൊക്കെയുണ്ട് ഒരു nucleotide എന്ന് പറഞ്ഞാൽ there will be a nitrogenous base, a pentose sugar and a phosphate group. Okay, now nitrogenous bases എന്ന് പറഞ്ഞാൽ purines and pyrimidines നെയാണ് nitrogenous bases എന്ന് നമ്മൾ പറയാം. രണ്ട് തരം nitrogenous bases ഉണ്ട്, purines and pyrimidines. Okay, now purines രണ്ട് തരമുണ്ട്, adenine and guanine. Purines രണ്ടെണ്ണം ഉണ്ട്, adenine and guanine. ഇത് നമ്മൾ DNA സീക്വൻസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് കൂടുതലും adenine നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A വെച്ചും guanine G വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മൂന്ന് തരം pyrimidines ഉണ്ട്. ഒന്നാണ് cytosine, second is the thymine and third is the uracil. But ഇതിൽ ഡിഫറൻസ് വരുന്നത് എന്ന് പറഞ്ഞാൽ DNA thymine ആയിരിക്കും ഉണ്ടാവുക, RNA we know that it is uracil. Okay, now sugar, second സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയോടൈഡിൽ ഉള്ളതാണ് pentose sugar. ഈ pentose sugars എന്ന് പറഞ്ഞാൽ RNA D-ribose ആയിരിക്കും. From their name itself we know that ribonucleic acid is the RNA. So അതിലെ sugarന്റെ ബേസിസിലാണ് അതിന്റെ പേര് വന്നേക്കുന്നത്, where the sugar is the ribo sugar. So RNA എന്താണുള്ളത്? RNA നമുക്കുള്ളതാണ് ribo sugar. Second തരം അല്ലെങ്കിൽ രണ്ടാമത്തെ തരം sugars ഉള്ളതെന്ന് പറഞ്ഞാൽ deoxyribo sugar ആണ്. അത് നമ്മുടെ DNA കാണപ്പെടുന്ന sugars ആണ്. ഓക്കെ, അപ്പം RNA ന്യൂക്ലിക് ആസിഡ്സ് നമ്മൾ എടുക്കുവാണ്, RNA ന്യൂക്ലിയോടൈഡ് എടുക്കുവാണെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ടാവും? adenine ഉണ്ടാവാം, guanine ഉണ്ടാവാം, adenine, guanine, cytosine or uracil ആയിരിക്കും ഉള്ളത്. പ്ലസ് ഷുഗർ ഏതായിരിക്കും? ഷുഗർ നമ്മുടെ റൈബോ ഷുഗർ ആയിരിക്കും ഉള്ളത്. ഓക്കെ, RNA കേസിൽ എത്ര നൈട്രോജനസ് ബേസസ് ഉണ്ടാവാം? അതില് adenine ഉണ്ടാവാം, guanine ഉണ്ടാവാം, cytosine ഉണ്ടാവാം, uracil ഉണ്ടാവാം. ഷുഗർ ഏതായിരിക്കും? റൈബോ ഷുഗർ ആയിരിക്കും ഉള്ളത്. പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കാണും. ഓക്കെ, അതേസമയം DNA കേസ് പറയുവാണെങ്കിൽ DNA ആരായിരിക്കും ഉള്ളത്? DNAയിലും ഉള്ളത് adenine ഉണ്ടാവാം, guanine ഉണ്ടാവും, thymine ഉണ്ടാവും and cytosine ഉണ്ടാവാം. ഇവിടെ RNA DNA തമ്മിലുള്ള ഡിഫറൻസ്, thymine പകരം RNA വരുന്നത് uracil ആയിരിക്കും. ഓക്കെ, ആൻഡ് ഷുഗർ ഉണ്ടാവുന്നത് ഏതായിരിക്കും? ഷുഗർ deoxyribo sugar ആയിരിക്കും ഉള്ളത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട്. പിന്നെ അതിന്റെ ന്യൂക്ലിയോടൈഡ്സിലുള്ളത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പം ഈ ചോദ്യങ്ങള്
മെയിനായിട്ട് മൾട്ടിപ്പിൾ ചോയ്സസ് വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് RNA ന്യൂക്ലിയോടൈഡിൽ കാണപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സോ ആ പേർപ്പസിൽ നമുക്കിത് ഓർമ്മ വെക്കാം. അതല്ല 3 മാർക്സ് ക്വസ്റ്റ്യനിലോ 5 മാർക്സ് ക്വസ്റ്റ്യനിലോ ഇത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സെക്കൻഡ്, നമുക്കിതിപ്പോ സ്ട്രക്ചർ നോക്കാം. ഞാൻ പറഞ്ഞു ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA എന്ന് പറഞ്ഞാൽ അതില് ഡിയോക്സി റൈബോസ് ആണ് ഷുഗർ. ഡിയോക്സി റൈബോസ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതില് സെക്കൻഡ് കാർബൺ, അതായത് ഇതാണ് ഫസ്റ്റ് കാർബൺ. ഓക്കെ, ഇതിൽ സെക്കൻഡ് കാർബണില് റൈബോസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് റൈബോസ്. ഓക്കെ, ഈ റൈബോസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് കാർബണില് ഒരു ഓക്സിജൻ ഉണ്ട്. ഓക്കെ, റൈബോസ് ഷുഗർ മെയിൻലി റൈബോസ് ഷുഗറിന്റെ എടുക്കുവാണെങ്കിൽ സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ അതിന് സെക്കൻഡ് കാർബണിൽ ഒരു ഓക്സിജൻ ഉണ്ട്. പക്ഷേ അതേ ഓക്സിജൻ ഈ ഡിയോക്സി റൈബോസിനകത്ത് മിസ്സിംഗ് ആണ്. യു ക്യാൻ സീ ദിസ് അല്ലേ, അവിടെ H മാത്രമേ ഉള്ളൂ, OH ഗ്രൂപ്പ് അല്ല അവിടെ ഉള്ളത്. ഓക്കെ, ഇതാണ് റൈബോസിന്റെയും ഡിയോക്സി റൈബോസിനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് തന്നെ RNAയിലും DNA ഉള്ള ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, സെക്കൻഡ് തിങ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇത് ഒരു സ്ട്രാൻഡ്, ഇത് സെക്കൻഡ് സ്ട്രാൻഡ്. അതേസമയം RNA is a single stranded molecule. ഓക്കെ, RNA single stranded molecule ആയിരിക്കും, while DNA is the double stranded structure. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു തൈമിൻ ആയിരിക്കും RNAയിലുള്ളതും തൈമിൻ ആയിരിക്കും DNA-യിലുള്ളതും യുരാസിലായിരിക്കും RNA-യിലുള്ള പിരമിഡിൻസിലൊന്ന്. ഓക്കെ, ബാക്കി സൈറ്റോസിൻ, ഗുവാനൈൻ ആൻഡ് അഡെനൈൻ കോമൺ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ബേസ് പെയർ റൂൾ? ബേസ് പെയർ റൂൾ എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ഫോളോ ചെയ്യുന്ന റൂൾ ആണ്. വെയർ a purine pairs up with the pyrimidine. So purines, DNA-യിൽ കാണപ്പെടുന്ന purines ആരൊക്കെയാണ്? DNA-യിൽ കാണപ്പെടുന്ന purines ആണ് A and G. Okay, this purines always pairs up with the pyrimidine. പക്ഷേ there also it only pairs, A only pairs up with a T or thymine. ഞാൻ പറഞ്ഞു DNA-യിൽ കാണപ്പെടുന്ന thymine ആയിരിക്കും, യുരാസിൽ ആയിരിക്കത്തില്ല. While G always pairs up with the C or cytosine. And ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ A pairs up with T with the help of 2 double bonds, while G pairs up with C with the help of 3 hydrogen bonds. Okay, 2 hydrogen bonds വെച്ചാണ് A യും T യും bond base pair ഉണ്ടാക്കുന്നത്, while G യും C യും തമ്മിൽ 3 hydrogen bonds വെച്ചായിരിക്കും പെയർ ചെയ്യുന്നത്. Okay, so the base pair rule എന്ന് പറഞ്ഞാൽ in a double stranded DNA the purines pairs up with pyrimidines. അതിലും A always pairs up with T with a double hydrogen bonds, while G always pairs with C with 3 hydrogen bonds between them. Here you can see that this is the double stranded structure of the DNA. These are the base pairs. A pairs up with the T while G pairs up with the C. When it comes T, there will be A opposite to it. Where there is a C, the G will be there will be a G opposite to it. And the bonds they are formed by them are hydrogen bonds. Adum hydrogen bonds എവിടെ വരിക? 2 hydrogen bonds between A and T, and G and C forms 3 hydrogen bonds between them. Here again you can see a structure of a nucleotide. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ നമുക്ക് ഈ ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA-യിൽ നമുക്ക് കാണാം. Here that is the sugar. The DNA ആയതുകൊണ്ട് ഈ ഷുഗർ ഏതായിരിക്കും? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും അല്ലേ? This is the nitrogenous base. Okay, these are bases. That is why this is called known as base pair rule. Okay, base pairs with each other. Okay, and there will be a phosphoric group and the 2 nucleotides are linked by this phosphodiester bonds. Adilum you can see that this is the carbon number 1,
1, 2, 1, 2 and 3. Okay. ഇതിന്റെ third കാർബണിലാണ് phosphate group attach ആയിരിക്കുന്നത്. While 1, 1, 2, 3, 4 and 5th കാർബണിലാണ് ഇവിടെ second nucleotide attach ആയിരിക്കുന്നത്. അതാണ് 3' to 5' phosphodiester bond നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാ ഷുഗേഴ്സും അതേപടി അറ്റാച്ച്ഡ് ആണ്. ഓരോ ന്യൂക്ലിയോടൈഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്ഡ് ആയിരിക്കും. Then there is another point is ഇവര് ആന്റി പാരലൽ ആയിരിക്കും. Okay, ആന്റി പാരലൽ എന്ന് പറയുമ്പോൾ this is the 5', right? This is the 5'. This will be next ഇത് വരെ എവിടെ ആയിരിക്കും? 3'ലായിരിക്കും വരിക അല്ലേ? This is the 5' to 3' strand ആണ് ഇത്. Okay, this will be 3' to 5' strand ആയിരിക്കും. അതായത് ഒരു DNA strand 5' to 3' ആണെങ്കിൽ അടുത്ത സ്ട്രാൻഡ് അതുമായിട്ട് ബേസ് പെയർ ചെയ്ത് ഡബിൾ സ്ട്രാൻഡ് ഉണ്ടാക്കിയേക്കുന്ന അടുത്ത സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' to 5' ആയിരിക്കും. Okay, this is the structure of a double stranded DNA. Okay. Next, what is Chargaff's role? Erwin Chargaff late 1940s state ചെയ്ത ഒരു rule ആയിരുന്നു Chargaff's rule, and what he stated is that in a double-stranded DNA, there is an equal number of adenine and thymine residues, that is A and T will be equal to each other, while there will be an equal number of guanine and cytosine residues also. Okay, A ഇപ്പം ഒരു 30% A ഉണ്ട് ഒരു DNA എന്ന് പറയുവാണ്, ഒരാൾ പറയുവാണ് that the DNA contains 30% of adenine. So there will be, the T will also be 30%. Okay, മനസ്സിലായോ? ഒരു A എപ്പോഴും Tയുടെ ഈക്വൽ ആയിരിക്കും. ഇത് ബേസ് പെയർ റൂളിംഗ് നിന്ന് നമുക്ക് മനസ്സിലാവും. DNA എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. ബേസ് പെയർ റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ A എപ്പോഴും T ആയിട്ടായിരിക്കും ബോണ്ട് ഉണ്ടാക്കുക. അപ്പൊ സെയിം വിൽ ബി എത്ര A ഉണ്ടാവും അത്രയും തന്നെ Tയും ആയിട്ടത് അതിനകത്ത് ഉണ്ടാവണം, എന്നാലല്ലേ അത് ബേസ് പെയർ ആവത്തുള്ളൂ. അപ്പം ആ ഒരു ബേസ് പെയർ റൂളിനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു റൂളാണ് Chargaff റൂള്. എത്ര A ഉണ്ടാവും അത്രയും തന്നെ T ഉണ്ടാവും, എത്ര G ഉണ്ടാവും അത്രയും തന്നെ C ഉണ്ടാവും. There will be an equal number of A and T, and G will be equal to C. Okay, അപ്പം ഇതിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാല് ഒന്നെങ്കിൽ Chargaff റൂൾ എന്താണെന്ന് ചോദിക്കും, സ്റ്റേറ്റ് ചെയ്ത് എക്സാമ്പിൾ പറയാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. ലൈക്ക് നമ്മുടെ കയ്യിൽ 30% A in a DNA എന്ന് അവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി എന്നിട്ട് ചോദിച്ചിട്ടുണ്ടാവും സിയുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന്. സോ വി നോ ദാറ്റ് 30% A means 30% T. അല്ലേ? A is equal to T. So 30% A means there will be 30% of T. This makes up a 60% of the DNA, right? Double stranded DNA le 60% A യും T യും ആയിരിക്കും. The rest of the 40 will be G and C, right? G and C. Okay. Now G 40% divided by 2 ചെയ്യണമെങ്കിൽ it will be 20, right? That means 20% of G and 20% of C. ഇതാണ് Chargaff rule. Chargaff rule states that in a double-stranded DNA, there is an equal number of adenine and thymine residues and an equal number of guanine and cytosine residues. Okay. നെക്സ്റ്റ് ചോദ്യം വരാൻ ഇതിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ DNA പാക്കേജിങ് ആയിരിക്കണം. We know that almost 2.2 meter length ആണ് നമ്മുടെ DNAക്ക്, but it is accommodated inside a small nucleus, right? So it is that much it is compactly arranged so that it could fit inside this. അതെങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്.
അപ്പം നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഈ കാണിച്ചിരിക്കുന്നത്. You know the structure of this double stranded DNA, right? ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെന്താ ചെയ്തേക്കുന്നത്? ഇറ്റ് ഹാസ് ബീൻ wrapped around a bead like structure. Okay, string on beads എന്നാണ്, beads and strings എന്നാണ് ഇതിനെ ഒരു പറയുക. ഈ string എന്ന് പറഞ്ഞാൽ this is the nucleic acid. ഈ string എന്ന് പറഞ്ഞാൽ ഈ DNA ആണ് ഇതിൽ wrap ചെയ്തിരിക്കുന്നത്. Now beads എന്താണ്? Beads എന്ന് പറഞ്ഞാൽ it is a nucleosome structure or histone proteins എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് ഈ ബീഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ പ്രോട്ടീൻസ്, ഏതൊക്കെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണെന്ന് നമുക്ക് പഠിക്കാം. ഹിസ്റ്റോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം ഹിസ്റ്റോൺസ് ഏതൊക്കെ തരം ഹിസ്റ്റോൺസ് ഉണ്ട്? ഒരു ഹിസ്റ്റോൺ നമ്പർ 1 is H2A histone, H3 histone, H2B histone, H4 histone and H1 histone. Now ഇത് കണ്ടോ, this is the core histone particle, that is ഈ 4 കാണപ്പെടുന്ന ഈ 8 ന്യൂക്ലിയർ പ്രോട്ടീൻസ് അറേഞ്ച് ചെയ്ത് മുകളിൽ 4 എണ്ണം താഴെ 4 എണ്ണം, അപ്പൊ 8 പ്രോട്ടീൻസിന്റെ ഒരു കോംപ്ലക്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? H2B, H2A, അത് തന്നെ H2 ഇവിടെ, അതായത് H2Aയും H2Bയും ഇതും H2Bയും H2Aയും. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് H3യും അതിന്റെ താഴെ ഒരെണ്ണം കൂടെ ഉണ്ട് H4ഉം. ഓക്കെ, അതിന്റെ ഇവിടെ വരുന്നത് H4ഉം H3യും. So there is a compact arrangement of histone proteins to form a bead-like structure, and this is known as histone octamer. Histone octamer is formed by 4 types of histone. What are these? H2A, H2B, H3 and H4. Okay, 4 types of histone forms a octamer complex to form the bead-like structure in the nucleosome. ഓക്കെ, ഈ ന്യൂക്ലിയോസോമില് അടുത്ത കാര്യം വരുന്നത് നമ്മൾ പറഞ്ഞു ഒരു H1 ഉണ്ടെന്ന്. H1 എന്താണ് ചെയ്യുന്നത്? യു നോ ദാറ്റ് ദിസ് ഈസ് ദ DNA strand, അല്ലെ? This is the DNA strand which has been wrapped around this octamer structure. Okay, അത് almost 147 base pair to 150 base pairs ആണ് ഇതില് ചുറ്റി വെച്ചിരിക്കുന്നത്. ഈ ചുറ്റി വെച്ചിരിക്കുന്നതിനെ അതിനെ അവിടെ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രോട്ടീൻ കണ്ടോ, ഇതാണ് ഈ H1 ഹിസ്റ്റോൺ. ഓക്കെ, ഈ ചുറ്റി വെച്ചിരിക്കുന്നതിനെ അതിന്റെ പ്ലേസിൽ ടൈറ്റ് ആയിട്ട് അതിനെ അവിടെ ബൗണ്ട് ആയിട്ട് വെച്ചിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് H1 ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഓക്കെ, നൗ ഇതുപോലത്തെ കുറെ ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ കോംപ്ലക്സസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു ഹിസ്റ്റോൺ nucleosome complex ആണ്. This is a nucleosome structure. Okay, അതുപോലത്തെ കുറേ nucleosome structure വെച്ചാണ് beads on string എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. ആ സ്ട്രക്ചേഴ്സിനെ വീണ്ടും കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്ത് അതിനെ വീണ്ടും ചുറ്റി അതിനെ ക്രോമാറ്റിൻ ലൈക്ക് സ്ട്രക്ചറിൽ, കോമ്പാക്ട് ആയിട്ടുള്ള സ്ട്രക്ചറിൽ വീണ്ടും ഇതിനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു ക്രോമോസോം നമ്മൾ എന്നും പറയുന്ന ഒരു ക്രോമോസോംസിന്റെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക. സോ അതാണ് നമ്മുടെ ഈ ക്രോമോസോംസിനെ ഈസിലി നമുക്ക് എവിടെയാ ന്യൂക്ലിയസിനകത്ത് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതർവൈസ് 2.2 മീറ്ററോളം നീളമുള്ള ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മുടെ ന്യൂക്ലിയസിനകത്ത് അറേഞ്ച് ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പൊ ഇതൊന്ന് നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്, കോർ ഒക്ടാമർ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണ്, അതിനെ പിടിച്ചു വെക്കാനായിട്ട് അതായത് ലിങ്കേജ് പ്രോട്ടീൻ ഹിസ്റ്റോണിന് DNA ലിങ്കേജ് പ്രോട്ടീൻ ഏതാണ്, അത് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹിസ്റ്റോൺ H1 ഹിസ്റ്റോൺ ആണ് ലിങ്ക് ചെയ്ത് DNA ന്യൂക്ലിയോസോം സ്ട്രക്ചറിലേക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമ്മളൊന്ന് പഠിക്കണം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് RNA ആൻഡ് their function. ഇതൊരു ചോദ്യമായിരിക്കാം. We know that there are many types of RNAs, among which messenger RNA നെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. മെസ്സഞ്ചർ RNA ഏതാണ്? നമ്മുടെ DNA നിന്ന്
ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഉണ്ടാവുന്ന mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA ആണ്, which transfer the genetic information from genes to the ribosome to synthesize protein. അല്ലേ? Genes എവിടെയുള്ള DNA യിലുള്ള പക്ഷെ DNA cannot come outside the nucleus to form the proteins. So it sends a messenger in the form of RNA that is more stable, that can come outside the nucleus and can be translated into the proteins. Okay. അപ്പം next ആണ് heterogeneous nuclear RNA. Heterogeneous nuclear RNA serves as precursor for mRNA and other RNAs. Okay. Precursors ആണ് ഈ heterogeneous nuclear RNAs ആണ് mature RNA ആയിട്ട് mature mRNA ആയിട്ടൊക്കെ convert ആവുന്നത്. Next is the transfer RNA. Transfer RNA transfers the amino acids to mRNA for protein synthesis. അപ്പം mRNA യിൽ ഒരു കോഡ് ഉണ്ട്. ഓക്കെ, mRNA യിൽ ഒരു കോഡ് ഉണ്ട്. അതിൽ ആ കോഡ്സിനെ റീഡ് ചെയ്തിട്ട് അമൈനോ ആസിഡ്സിനെ റൈബോസോംസ് വരെ കൊണ്ടുവന്ന് അതിനെ പ്രോട്ടീൻ സ്ട്രക്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അമൈനോ ആസിഡ്സിന് ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് transfer RNA അല്ലെങ്കിൽ tRNA. Next is the ribosomal RNA or rRNA. It provides a structural framework for ribosomes. Ribosomes എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ it is mainly made up of proteins and RNA molecules. And the RNA molecules in this ribosome structure are known as ribosomal RNAs. Okay. Next is the small nuclear RNA or snRNA, which is involved in the mRNA processing. We will discuss about this in later videos about the mRNA processing. Okay, mRNA നമ്മൾ DNA ഇപ്പം transcribe ചെയ്ത് mRNA ഉണ്ടാവുമ്പോഴത്തേക്ക് it has to be processed in many forms to be functional, and that role is done by small nuclear RNAs. Next is the small nucleolar RNA or SNORNA. They play a role in the processing of rRNAs. Okay, ഈ rRNA യുടെ processing ആരാണ് ചെയ്യുന്നത്? Small nucleolar RNA or SNORNAs. and mRNA യുടെ processing ചെയ്യുന്നതാണ് small nuclear RNA അല്ലെങ്കിൽ snRNA. Next is the small cytoplasmic RNA. Okay, these are involved in the selection of proteins for export. Okay, this will be discussed in later videos. Okay, ഇപ്പം ഇത്രയും പഠിച്ചു വെക്കുക. സെലക്ഷൻ ഓഫ് പ്രോട്ടീൻസ് ഫോർ എക്സ്പോർട്ട്. പല പ്രോട്ടീൻസും പല സ്ഥലത്തേക്ക് എത്തിക്കപ്പെടുന്ന പ്രോട്ടീൻസ് ആണ്. ആ ഒരു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്പോർട്ട് ഓഫ് പ്രോട്ടീൻസ് is done by these cytoplasmic RNA with the help of these cytoplasmic RNAs. Okay, next is the transfer messenger RNA, mostly present in bacteria, adds short peptide tags to proteins to facilitate the degradation of incorrectly synthesized proteins. So ബാക്ടീരിയയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതെന്താ ചെയ്യുക? ഇപ്പം ഇൻകറക്റ്റ് ആയിട്ടൊരു പ്രോട്ടീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് കളയുക എന്നുള്ള ഒരു പ്രോസസ്സിലാണ് ഇത് ഹെൽപ്പ് ചെയ്യുക. ട്രാൻസ്ഫർ മെസ്സഞ്ചർ RNA. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് tRNA. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. We know that the clover leaf structure എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ tRNA ഉള്ളത്. ഓക്കെ, ഈ tRNA as RNA, all RNAs, these are also എന്താ പറയാ ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് ആണ്. പക്ഷേ internally they have bonds between their nucleotides. കണ്ട, ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇന്റേണലി ഒരു ബോണ്ട് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ 5' ഈ 3' എടുത്ത് നോക്കുകയാണെങ്കിൽ this is a single strand. Okay, single stranded ആണ്, but internally they have formed some bonds because of which they have a clover leaf structure, clover leaf like structure. Okay, now transfer ribonucleic acid എന്താ ചെയ്യുന്നത്? I have told you earlier that it helps in the decode
it helps him to decode a messenger RNA to form the protein sequences. What it does there, it transfers the amino acid of the desired amino acids are transferred to the ribosomes. Ribosomes protein translation നടക്കുന്ന സമയത്ത് ഈ tRNA വന്നിട്ട് mRNA ഏത് കോഡാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പം ഏത് കോഡാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ലൂപ്പാണ് ആന്റി കോഡോൺ ലൂപ്പ്. ആന്റി കോഡോൺ ലൂപ്പില് ഈ ആന്റി കോഡോൺ എന്ന് പറഞ്ഞാൽ mRNAയിലുള്ള കോഡിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോഡ് ആയിരിക്കും അവിടെ വന്ന് ബൈൻഡ് ചെയ്യുക. ഓക്കെ, ആ കോഡ് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ mRNAയിൽ ഇത് ബൈൻഡ് ചെയ്തതിനു ശേഷം ഈ tRNA പോയി അറിയാ കറക്റ്റ് ആയിട്ടുള്ള അമൈനോ ആസിഡിനെ ഇവിടെ ഈ 3' എൻഡിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്ന് റൈബോസോമിന്റെ അടുത്ത് എത്തിക്കുക ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഇത്രയും പഠിക്കുക. ആന്റി കോഡോൺ ലൂപ്പാണ് എന്താണ് mRNA കോഡോണിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. സെക്കൻഡ്, അമൈനോ ആസിഡ് അറ്റാച്ച് ചെയ്യുന്നത് 3' എൻഡില് ACC എന്ന് പറഞ്ഞ ഒരു ലൂപ്പ് ഉണ്ട്. അതിന്റെ OH ഗ്രൂപ്പ്, ഈ OH ഗ്രൂപ്പുമായിട്ടായിരിക്കും അമൈനോ ആസിഡ്സ് അറ്റാച്ച് ആവുക. ഓക്കെ, അപ്പം ഇത്രയും പഠിക്കുക. എത്ര ഇതുണ്ട്, സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, പക്ഷെ ഇന്റർണലി അവർ ഡബിൾ ബോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മെയിൻലി അതിന്റെ ആന്റി കോഡൺ റീജിയൻ ആണ് അമൈനോ ആസിഡ്സിന്റെ ഏത് അമൈനോ ആസിഡ് ആണ് mRNAയിൽ കോഡ് ചെയ്തിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ആന്റി കോഡൺ ലൂപ്പാണ്. ആ ലൂപ്പിന്റെ കോഡോൺ അനുസരിച്ച് ഡി ലൂപ്പ് ഏത് അമൈനോ ആസിഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ അമൈനോ ആസിഡ് അറ്റാച്ച് ചെയ്യുന്ന ഈ 3' എൻഡിൽ OH ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. Now there is another loop known as T loop. Okay, ഈ നമ്മുടെ tRNAയുടെ കാര്യം പറയുകയാണെങ്കിൽ there are many what do you mean? What do you say? There are many nucleotides that are distinct from the conventional nucleotides like A, G, U, C. അതല്ല ഇവിടെ വരിക. അത് ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് ഇവിടെ കണ്ടിട്ടുണ്ട്. നൈട്രോജനസ് ബേസസ്, മെയിൻലി നൈട്രോജനസ് ബേസസ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അത് ഡി ലൂപ്പില് ഡീഹൈഡ്രോ യുരിഡീൻ എന്ന് പറയുന്ന ഒരു നൈട്രോജനസ് ബേസ് ഉണ്ടാവും ഡി ലൂപ്പില്. ഈ ഡി ലൂപ്പ് ഹെൽപ്പ് ചെയ്യുന്ന, ഐ ടോൾഡ് യു, ഇൻ ദ റെക്കഗ്നീഷൻ ഓഫ് അമൈനോ ആസിഡ്സ് ആണ്. ഓക്കെ, പിന്നെ റൈബോസോമിനെ ഡിറ്റക്ട് ചെയ്യുന്ന ആമാണ് ടി ലൂപ്പ്. ഓക്കെ, ടി ലൂപ്പിനെ നമ്മൾ GTPCG ലൂപ്പ് എന്ന് പറയും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ there is a G, there is a T, there is a P or psi. Okay, psi എന്ന് പറഞ്ഞാല് സ്യൂഡോ യുറിഡീൻ ആണ്. സ്യൂഡോ യുറിഡീൻ എന്ന് പറഞ്ഞ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നൈട്രോജനസ് ബേസിന്റെ പ്രസൻസ് ആണ് ഈ ടി ലൂപ്പിനെ ഡിഫറെന്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇതിന്റെ പണി എന്താണ്? ഇറ്റ് റിക്കഗ്നൈസസ് ദ റൈബോസോം. Okay, so D loop recognizes the amino acids. T loop recognizes the ribosome. Anticodon loop recognizes the codon in the mRNA, while the 3' end of this tRNA recognizes and it gets attached to the amino acids. Okay. Now next ആണ് ribosomal RNA. I have told you that ribosomal RNAs are attached to proteins to form the ribosomal structure. It helps in the translation of mRNA or protein synthesis, and it is the largest RNA. tRNA is the smallest RNA, while ribosomal RNA is the largest RNA. Okay. So, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും. Thank you. Bye bye.